യുക്രൈനെ ചേർക്കാതെ റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും നടത്തുന്ന നേരിട്ടുള്ള ചർച്ച അംഗീകരിക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് പറയുന്നു. അമേരിക്കൻ നിലപാടുകളെ എതിർക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി സെലൻസ്കി ചർച്ച നടത്തിയെന്ന് വാർത്ത വരുമ്പോൾ പി ജെയിംസ് വീണ്ടും ചേരുന്നു. പി വെൽക്കം ബാക്ക്. വെൽക്കം താങ്ക് യു. ഇത്തിരി മൂഡ് ഔട്ട് ആണല്ലോ, എന്ത് പറ്റി? ഒരു മൂഡ് ഔട്ട് ഇല്ല. ഈ ഗസ പിടിക്കുന്ന കാര്യം കൊണ്ടാണോ? അല്ല, ഇന്നലെ ചെറിയ പനി ഉണ്ടായിരുന്നു, അതിന്റെ ബാക്കിയായിരിക്കും. പനി എന്ത് പനി? ഒരു കാര്യം ഇപ്പൊ വ്യക്തമാവുന്നുണ്ട്. നമ്മൾ പറഞ്ഞതാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അലാസ്കയിൽ കണ്ടുമുട്ടുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം എവിടെയാണ് നടക്കുന്നത്? ഉക്രൈനെ കൂട്ടാതെയാണ് ഇവർ തമ്മിൽ ചർച്ച. അതുകൊണ്ട് തന്നെ സെലൻസ്കി കയറി ഒരു അടി അടിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും നമ്മൾ ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഉക്രൈനെ ചേർക്കാൻ നടത്തുന്ന ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിശക്തമായിട്ടാണ് വോളഡിമിർ സെലൻസ്കി ഇത് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കൻ നിലപാടിനെ എതിർക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അടക്കമുള്ളവരോട് ചർച്ച നടത്തി സെലൻസ്കി. അതുകൊണ്ടായിരിക്കണം അമേരിക്ക ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ ഇത് ധാതു നിക്ഷേപത്തിലാണ്. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് ഉക്രൈനിലെ ധാതു നിക്ഷേപങ്ങൾ അടിച്ചുകൊണ്ട് പോകണം. 2 പ്രവിശ്യകൾ വേണമെങ്കിൽ റഷ്യക്ക് വിട്ടുകൊടുക്കാമെന്നുള്ള നിലപാടിലാണ്. എന്തായാലും അതിനിടയിൽ ഇത് ഉക്രൈൻ അതിശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തിയിരിക്കുന്നു. അതിനിടയിൽ എസ്കേൻ ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ട്രംപ് വീണ്ടും പഴയ പല്ലവി പറയുന്നു. ഇന്ത്യ പാക് യുദ്ധത്തിൽ അത് നിർത്താൻ ഇടപെട്ടത് ഞാൻ തന്നെയാണ് എന്ന് അത് 10ാമത്തെ തവണ പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ ടാരിഫ് ഇറക്കുമതി തീരുവ കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഇന്ത്യ പാക് ഇത് യുദ്ധം നിർത്താൻ അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ നിർത്താൻ താൻ രംഗത്ത് വന്നു എന്നുള്ളത് ഇന്ത്യ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് കൂടിയാണ് വന്നതെന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.